മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ ഭൂമി കുലുങ്ങിയതായി വിവരം എന്നതാണ്. രാത്രി 11:20ഓടെയാണ് വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂമി കുലുക്കവും അനുഭവപ്പെട്ടത്. കോട്ടയ്ക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത്. ഭൂമി കുലുക്കം ആണെന്ന് പറയാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ വിവരം. തീവ്രത കുറഞ്ഞ പ്രകമ്പനമാണ് ഉണ്ടായത് എന്നാണ് അധികൃതർ പറയുന്നത്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം 11:10 ഉണ്ടാവില്ലേ, 11:10 നല്ലൊരു ശബ്ദവും ചെറിയൊരു വൈബ്രേഷനും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് പിന്നെ ഈ ഇലക്ഷൻ്റെ പൊട്ടൊക്കെ നടക്കുന്നതല്ലോ, അതാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ടെറസ് നമുക്ക് തേങ്ങ വേണതാണോ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ ഭൂമി കുലുക്കൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മീഡിയകളിലെല്ലാം ഇതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത വന്നത്. ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഷോക്കായി പോയി. പിന്നെ ചില സ്ഥലത്തൊക്കെ വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു വാർത്ത നേരം വെളുത്തതിന് ശേഷം വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൂ. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഈ സൂചിപ്പിക്കുന്ന പോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നീട് ഒരു പക്ഷേ ഭൂമി കുലുക്കമെന്ന ആശങ്കയും ഉണ്ടാകാം. ഇപ്പോഴിത് പ്രകമ്പനം മാത്രമെന്ന് പറയുമ്പോൾ തുടർ പ്രകമ്പനങ്ങൾക്ക് സാധ്യതയുണ്ടോ? അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ചില കേടുപാടുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും സംഭവിച്ചതായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അഭിലാഷ്, നിലവിൽ ഇത് ഭൂമി കുലുക്കത്തിൻ്റെ ഭാഗമല്ല, ഒരു പ്രകമ്പനം മാത്രമാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഇനി കൂടുതൽ പരിശോധനകൾ ഈ ഒരു മേഖലയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഇതുവരേക്കും ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ്. രാത്രി 11:15 ഈ സംഭവം ഉണ്ടായത്. ചെറിയ ഒരു പ്രകമ്പനവും അതേപോലെ തന്നെ ഒരു വിറയലും ഉണ്ടായി. പലയിടത്തും ഇത് കാരണം കെട്ടിടങ്ങൾക്ക് ചെറിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് ഒരു 1.5-2 വർഷം മുൻപ് നിലമ്പൂർ പോത്തുകല്ലിലും സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും വലിയ ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മേഖല അന്ന് പരിശോധിച്ച ജിയോളജി ഉദ്യോഗസ്ഥരും മറ്റ് വിദഗ്ധരും ഒക്കെ കണ്ടെത്തിയത് ഭൂമിക്കടിയിലെ പാറകൾ നീങ്ങുന്നതിൻ്റെ തുടർന്നാണ് ഈ ഒരു പ്രശ്നങ്ങളാണ്. എന്നാൽ ഇവിടെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതേ സംബന്ധിച്ച് കൂടുതൽ ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിൽ വിള്ളൽ സംഭവിച്ചിടത്തൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് അനുമോദം? നിലവിൽ ഇതുവരേക്കും പരിശോധനകളുടെയും അല്ലെങ്കിൽ ഈ സമയത്തിന് ശേഷം നടന്ന മറ്റ് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും അവിടെ ഇല്ല എന്ന് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂവും ജിയോളജി വകുപ്പും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ചെറിയ പ്രകമ്പനം മാത്രമാണ് ഉണ്ടായത്. ഭൂമിക്കടിയിൽ ചില ശബ്ദതരംഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അത് ഉണ്ടായിട്ടുള്ളതെന്നും മറ്റൊരു തരത്തിലും പേടിക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ല എന്നും ഇതൊരു മുൻപ് ഇവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാത്ത ഒരു പ്രദേശം കൂടിയാണ് ഇതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പെട്ടതല്ല ഇന്നലെ ഈ പ്രകമ്പനം അനുഭവപ്പെട്ട കോട്ടയ്ക്കൽ, വേങ്ങര, പറപ്പൂർ മേഖലകളൊന്നും തന്നെ. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ടതായുള്ള സാഹചര്യം നിലവിലില്ല. എന്താണെങ്കിലും കൂടുതൽ പരിശോധനകൾ ഇത് സംബന്ധിച്ച് നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ടുള്ളത്. അഭിലാഷ്, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുടെ പശ്ചാത്തലമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു പ്രകമ്പനം ഒന്നും ഉണ്ടാകാറുള്ള ഒരു ഭൂപ്രദേശമല്ല എന്നത് ആണ് ഏറ്റവും പുതിയ വിവരമായി പങ്കുവെക്കേണ്ടത്. അതുമാത്രമല്ല, ഒരു ഭൂകമ്പത്തിൻ്റെ സ്വഭാവമില്ല. സാധാരണ നമുക്കറിയാം, ഭൂകമ്പം ആണ് എങ്കിൽ അതിന് ഒരു വലിയ പ്രദേശത്തെ തന്നെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിപ്പോഴൊരു പ്രകമ്പനം എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.